വെൽക്കം ഓൾ. അപ്പൊ ഇന്ന് നമ്മൾ ഇപ്പോ സിസ്റ്റം അനലിസ്റ്റിന്റെ കമ്പ്യൂട്ടർ പ്രോഗ്രാം സിസ്റ്റം എന്നതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നടക്കാൻ പോകുന്നത്. കമ്പ്യൂട്ടർ പ്രോഗ്രാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അപ്പോ അതിനകത്ത് മാത്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെറ്റ് പി ആൻഡ് ക്യൂ ബി ടു പ്രപ്പോസിഷൻസ്. പ്രപ്പോസിഷൻ മീൻസ് ഇറ്റ് ഇസ് നത്തിങ്, ഇറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ. കാരണം നമ്മൾ ഡിസ്ക്രീറ്റ് മാത്സ് പഠിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് അറിയാം പിയും ക്യൂയും രണ്ട് പ്രപ്പോസിഷൻസ് ആണ്. ദെൻ നെഗേഷൻ പി ടു ക്യൂ ഇസ് ലോജിക്കലി ഈക്വലന്റ് ടു എന്നാണ് അല്ലെ. അതായത് ഈ സിമ്പിൾ ഉദ്ദേശിക്കുന്നത് നെഗേഷൻ ആണെന്ന് അറിയാം. നെഗേഷൻ പി ടു ക്യൂ ഇസ് ലോജിക്കലി ഈക്വലന്റ് ടു. അപ്പോ നമുക്കറിയാം പി ടു ക്യൂ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? പി ടു ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വലന്റ് ടു നെഗേഷൻ പി ഓർ ക്യൂവിന് ഈക്വൽ ആണ്. എന്താണ് പി ടു ക്യൂ? പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. ഇഫ് ദെൻ പ്രൊസീജിയർ വരുന്നതാണ് ഈ സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ ഈക്വലന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നെഗേഷൻ പി ഓർ ക്യൂ എന്നാണ്. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇത് ഏതുമായിട്ട് ഇക്വലന്റ് ആണെന്നാണ്. അപ്പൊ നമുക്ക് പി ടു ക്യൂ എന്ന് പറയുന്നത് ഇതിന് ഇക്വലന്റ് ആണെന്ന് പറഞ്ഞു. സോ വാട്ട് ഈസ് നെഗേഷൻ പി ടു ക്യൂ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നെഗേഷൻ പി ടു ക്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നെഗേഷൻ എന്നിട്ട് ഈ പി ടു ക്യൂവിന് പകരം എന്ത് അപ്ലൈ ചെയ്യാം? നെഗേഷൻ പി ഓർ ക്യൂ എന്ന് അപ്ലൈ ചെയ്യാം. അപ്പൊ നെഗേഷൻ ഓഫ് നെഗേഷൻ വരുമ്പോഴത്തേക്കും ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം. ഡിമോർഗൻസ് ലോ അപ്ലൈ എന്ന് പറയുമ്പോൾ നെഗേഷൻ ഓഫ് നെഗേഷൻ പി, ഈ ഓ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ആൻഡ് ആയിട്ട് മാറും അല്ലെ. നെഗേഷൻ ക്യൂ ഏതാ അപ്ലൈ ചെയ്തത്? ഡിമോർഗൻസ് ലോ ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. നെഗേഷൻ ഓഫ് നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ആ പി തന്നെയാണ്. നെഗേഷൻ ഓഫ് നെഗേഷൻ മീൻസ് പി ഇറ്റ് സെൽഫ്. പി ആൻഡ് നെഗേഷൻ ക്യൂ. അതായത് ഇത് എവിടെ വരുന്നത് നോക്കിയേ? പി ആൻഡ് നെഗേഷൻ ക്യൂ എന്ന് പറയുമ്പോ എന്താ? ഓപ്ഷൻ ബി അല്ലേ ആൻസർ വരുന്നത്. അപ്പോ നമുക്ക് എന്താ? നെഗേഷൻ ഓഫ് പി ടു ക്യൂ ഇസ് ഈക്വലന്റ് ടു പി ആൻഡ് നെഗേഷൻ ക്യൂ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ നമ്മളവിടെ ഓർക്കേണ്ട ഏത് മാത്രമാണ്? പി ടു ക്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇക്വലന്റ് ടു നെഗേഷൻ പി ഓർ ക്യൂവിന് ഇക്വലന്റ് ആണ്. എന്നിട്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്ത് പ്രൂവ് ചെയ്യുന്നു. കണ്ടോ? പി ടു ക്യൂ ഇസ് ലോജിക്കലി ഈക്വലന്റ് ടു നെഗേഷൻ പി ഓർ ക്യൂ ആണ്. അപ്പൊ നെഗേഷൻ ഓഫ് പി ടു ക്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വലന്റ് ടു നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഓർ ക്യൂ ആണ്. വി ആർ അപ്ലൈങ് ഡിമോർഗൻസ് ലോ. സോ എന്ത് വരും? നെഗേഷൻ ഓഫ് നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ എന്ന് വരും. നെഗേഷൻ ഓഫ് നെഗേഷൻ എന്ന് പറയുന്നതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പി ഇറ്റ് സെൽഫ് അല്ലെ. നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് പി ആണ് അല്ലെ. നോട്ട് ഓഫ് നോട്ട് പി എന്ന് പറയുമ്പോൾ എന്തിന് ഈക്വൽ ആണ്? പിക്ക് ഈക്വൽ ആണ്. അതാണ് അവിടെ എന്ത് വന്നത്? പി ഓർ നെഗേഷൻ ക്യൂ. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. Then second question. The number of students who take both the subjects maths and chemistry is 30. അതായത് മാത്സും കെമിസ്ട്രിയും എടുക്കുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 30 ആണ് അല്ലെ. ഇപ്പൊ മാത്സ് എടുക്കുന്ന എമ്മും കെമിസ്ട്രി എടുക്കുന്നത് സി എന്ന് എടുക്കുകയാണെങ്കിൽ എം ഇന്റർസെക്ഷൻ സി ആണ് എത്ര പറഞ്ഞിരിക്കുന്നത്? 30 പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ടേക്ക് ബോത്ത് ദി സബ്ജക്ട്സ് രണ്ടും കൂടി എടുക്കുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? ഇന്റർസെക്ഷൻ ആണ് അല്ലെ. അപ്പം എൻ ഓഫ് എം ഇന്റർസെക്ഷൻ സി ഈസ് 30. ദിസ് റിപ്രസെന്റ്സ് 10% ഓഫ് ദി എൻറോൾമെന്റ് ഇൻ മാത്തമാറ്റിക്സ്. ഈ 30 പറയുന്ന എന്താന്ന് വെച്ചാൽ 10% മാത്സിന് എൻറോൾ ചെയ്തിരിക്കുന്നു. ആൻഡ് 12% ഓഫ് ദ എൻറോൾമെന്റ് ഇൻ കെമിസ്ട്രി. അപ്പൊ ഈ 30 എത്രയാണ്? 10% എന്തിന് എൻറോൾ ചെയ്തിരിക്കുന്ന പറയുന്നത്? മാത്സിൽ എൻറോൾ ചെയ്തിരിക്കുന്ന പറയുന്നത്. അതായത് 10% ഓഫ് മാത്സ് ആണ്. അതുപോലെ എന്താ പറയുന്നത്? 12% ഓഫ്, അതായത് 30 എത്ര പേരുണ്ട്? 12% എവിടൊക്കെ എൻറോൾ ചെയ്യുന്നു? കെമിസ്ട്രിയിൽ എൻറോൾ ചെയ്യുന്നു. അപ്പൊ 10% ഏതിനകത്ത്? മാത്സിലും 12% ഏതിൽ എൻറോൾ ചെയ്യുന്നു? കെമിസ്ട്രിയിലും എൻറോൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്നും എത്ര പേരാണ് മാത്സിൽ എൻറോൾ ചെയ്തതെന്ന് മനസ്സിലാവുമല്ലോ. എങ്ങനെ മനസ്സിലാവും? 30 is equal to 10% means 10/100 of max, n of m അല്ലെ. അപ്പൊ ഇനി ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 30 into 100/10 is equal to n of m. അപ്പൊ ഇത് രണ്ടും കൂടെ വെട്ടിപ്പോവാൻ എന്ത് വരും? 300 is equal to n of m. So മാത്സിലെ മൊത്തം എത്ര പേരാണ്? 300 പേരാണെന്ന് നമുക്ക് പറയാം.
അതുപോലെ കെമിസ്ട്രിയിൽ എന്താ 30 is equal to 12/100 of C into C. അതായത് 30 into 100 divided by 12 is equal to C എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഇവിടെ 3യിൽ പോവുകയാണെങ്കിൽ ഇത് 10 വരും, ഇത് എത്ര വരും? 4 3s are 12 വരും അല്ലെ. 4 നമുക്കറിയാം എത്ര വരും? 4 2s are 8, 5 എത്ര വരും? 25 വരും അല്ലെ. അതായത് നമ്പർ ഓഫ് കെമിസ്ട്രി എൻറോൾ ചെയ്തിരിക്കുന്ന എത്രയാണ്? 280 പേരാണ് അല്ലെ. അപ്പോ ഈ രണ്ട് ഓപ്ഷനിൽ നിന്നും എത്ര? ദിസ് റെപ്രസെന്റ്സ് 10%. അതായത് ഈ 30 പേരില് 10% മാത്സിൽ എൻറോൾ ചെയ്തിരിക്കുന്നു, 12% കെമിസ്ട്രിയിൽ എൻറോൾ ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്ക് 30 is equal to എന്ത് എഴുതാം? 10% of M, 30 is equal to 12% of CM. അപ്പം ഈ രണ്ട് കണ്ടീഷനിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? മാത്സിന് എൻറോൾ ചെയ്തിരിക്കുന്ന എത്ര പേരെന്ന് കിട്ടും? അതായത് 300. കെമിസ്ട്രിക്ക് എത്ര പേരെന്ന് കിട്ടും? ദാറ്റ് ഈസ് 250. അപ്പൊ നമുക്ക് ഇത് ഇത്രയും കിട്ടിയല്ലേ. ഹൗ മെനി സ്റ്റുഡൻസ് ടേക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ടു സബ്ജക്ട്സ്? ഇതില് ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കുന്ന എത്ര പേരുണ്ട് എന്നാണ്. അറ്റ്ലീസ്റ്റ് മീൻസ് നോട്ട് മോർ എന്നുള്ള രീതിയിൽ അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വി നീഡ് ടു ഫൈൻഡ് n of M union C അല്ലെ. ഫോർമുല എന്താ? n of M plus n of C മൈനസ് n of M intersection C ആണല്ലോ. അപ്പൊ n of M എന്ന് പറഞ്ഞാൽ എത്രയാ? 300 പ്ലസ് 250 മൈനസ് 30 അല്ലെ. അപ്പൊ എത്ര വരും? 550 മൈനസ് 30. അതായത് ആൻസർ എന്താ വരുന്നത്? 520 ആണ് ആൻസർ. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കണ്ടോ, ഫൈനൽ ആൻസർ എന്താണ്? 520 സ്റ്റുഡൻസ്. എങ്ങനെ കിട്ടി? ഇപ്പൊ M എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എൻറോൾഡ് ഇൻ മാത്തമാറ്റിക്സ്, C എന്ന് പറയുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് എൻറോൾഡ് ഇൻ കെമിസ്ട്രി, ദാറ്റ് ഈസ് M ഇന്റർസെക്ഷൻ C is equal to 30. ഇനി നമ്മളോട് തന്നിട്ടുണ്ട് 10% ഓഫ് മാത്സിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്, 12% കെമിസ്ട്രിയിൽ എൻറോൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. സോ 30 is equal to 10% of M means 0.10. അതായത് എന്താ? 10/100. അതാണ് 0.10 implies M equal to 30 divided by 0.10. അതേപോലെ തന്നെ എന്ത് വരും? അതായത് 250 ആണ് കെമിസ്ട്രിയും 300 ആണ് മാത്സ് എന്ന് വരും. അറ്റ്ലീസ്റ്റ് മീൻസ് n of M union C, അതായത് M plus C minus M intersection C. അതിന് നമുക്ക് ആൻസർ എന്ന് കിട്ടി? 520 സ്റ്റുഡൻസ് എന്ന് കിട്ടി. ഓക്കെ ആണോ? Then next third question. Let A equal to set x such that x element of R x less than 1. B is equal to set x such that x element of R x minus 1 greater than or equal to 1. ആണല്ലോ. Then and A union B is equal to R minus D, where R is the set of real numbers. Then the set D is എന്നാണ് ചോദിക്കുക. ആണല്ലോ. അപ്പോ നമുക്ക് ഈ എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഇതിപ്പോ എന്താ തന്നിട്ടുള്ളത്? സെറ്റ് ബിൽഡർ ഫോർമുല തന്നിട്ടുള്ളത് അല്ലെ. നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്ത് അതിനെ എങ്ങനെയാക്കാം? റോസ്റ്റർ ഫോർമുലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. That is A is equal to set x as x element of R. റിയൽ നമ്പേഴ്സ് ആണ്. നമുക്കറിയാം റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് മുതൽ ഏത് വരെ വരും? മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള എല്ലാം വരും. അതിനകത്ത് എക്സ് ലെസ് ദാൻ 1 ആണ് എ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഇതാണ് 1 എന്ന് പറയുന്ന പോയിന്റ് എങ്കിൽ 1-നേക്കാളും ചെറുതായിട്ടുള്ളത്. അപ്പൊ എങ്ങനെ എഴുതാടേ? ഇന്റർവെൽ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഇൻഫിനിറ്റി മുതൽ 1 വരെ എന്ന് എഴുതിക്കൂടെ? അപ്പൊ എയുടെ വാല്യൂ എങ്ങനെയാണ്? സെറ്റ് എക്സ് എസ് റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോ എങ്ങനെ എഴുതാം? ഇന്റർവെൽ ആയിട്ട് എഴുതുമ്പോ എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി മുതൽ 1 വരെ. അടുത്ത എന്താ പറയുന്നത്? ബി എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണല്ലേ. അതായത് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ മൈനസ് 1 ഇപ്പുറത്ത് വരുമ്പോൾ എന്തായാലും പ്ലസ് 1 വരും അല്ലെ. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അതായത് എക്സിന്റെ വാല്യൂ 2 അതിനേക്കാളും വലുതാണെന്ന്. അപ്പൊ അതിനെങ്ങനെ ഇന്റർവെൽ എഴുതാം? 2, ഇൻഫിനിറ്റി. ഒരു കാര്യം നമ്മൾ എടുത്ത് ശ്രദ്ധിക്കേണ്ടത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണല്ലേ. അപ്പൊ നമ്മൾ അവിടെ എന്തോ യൂസ് ചെയ്യണം? ക്ലോസ്ഡ് ബ്രാക്കറ്റ് യൂസ് ചെയ്യണം. ഇപ്പൊ 2 to ഇൻഫിനിറ്റി ആണ്. അപ്പൊ നമ്മളോട് എയും ബിയും നമ്മൾ എഴുതി. നമ്മളോട് ഒരു കണ്ടീഷനൂടെ പറയുന്നുണ്ട്. എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു ആർ മൈനസ് ഡി. എ യൂണിയൻ ബി മീൻസ് ഇത് രണ്ടിന്റെയും കൂടെ യൂണിയൻ എന്ന് പറയുന്നത് എന്താ? മൈനസ് ഇൻഫിനിറ്റി 1 മുതൽ
ടു ഇൻഫിനിറ്റി വരെ ഉള്ളത് എന്നാണ് പറയുന്നത്. ഈക്വൽ ടു ആർ മൈനസ് ഡി. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ നിന്നും ഡി ഒഴിവാക്കണം എന്നല്ലേ പറയുന്നത്. മൈനസ് ഡി മീൻസ് എന്താ? ഡിഫറൻസ് ആണ് അല്ലെ. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആറിലുള്ളതും ഡിയിലില്ലാത്തതും. അതായത് എന്താ? ഈ എ യൂണിയൻ ബിയിൽ ഇല്ലാത്ത ആൾക്കാർ ആരാണെന്നാണ് നമുക്ക് നോക്കേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ എ യൂണിയൻ ബിയിൽ ഇല്ലാത്തത് ആരാണ്? ഞാൻ ഈ ഇത് വരച്ചപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നോക്കിയേ, ഇവിടെ മുതൽ ഇങ്ങോട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഇവിടെ മുതൽ ഇങ്ങോട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് 2 ആണല്ലേ. ദാ എവരല്ലേ ഇല്ലാത്തത്? അപ്പൊ അതായിരിക്കൂലേ നമ്മുടെ ഡിയുടെ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡി എങ്ങനെ എഴുതാം പറഞ്ഞേ, നിങ്ങൾ ഇന്റർവൽ ആയിട്ട് പറഞ്ഞേ. മൈനസ് ഇൻഫിനിറ്റി ടു 1. 1 ഇവിടെ ഇൻക്ലൂഡ് ആണോ? അല്ല അല്ലേ, 1 അവിടെ ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 1 ഇൻക്ലൂഡ് ചെയ്യാം ആണല്ലോ. ഇവിടെ 2 വരെ അല്ലെ. 2 ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ 2 ഇവിടെ ഇൻക്ലൂഡ് വേണോ? വേണ്ട അല്ലെ. അപ്പോ നമ്മുടെ ആൻസർ എന്താ? എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2. 1 ഉണ്ട്, 2 ഇല്ല ആണല്ലോ. കാരണം 2 ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ആൻസർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2. അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ. ഒന്നുകൂടെ പറയാം. എ ഇസ് ഈക്വൽ ടു സെറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ എക്സ് ലെസ് ദാൻ 1 ആണ്. എക്സ് 1-നേക്കാളും ചെറുതാണെന്ന് പറയുന്നു. അതായത് മൈനസ് ഇൻഫിനിറ്റി മുതൽ 1 വരെ. പക്ഷെ 1 ഇൻക്ലൂഡഡ് അല്ല അല്ലെ. പിന്നെന്താ? എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അതായത് എക്സിന്റെ വാല്യൂ 2 മുതൽ അങ്ങോട്ട് പോകും, ഇൻഫിനിറ്റി വരെ പോകും. എ യൂണിയൻ ബി പറയുന്നത് ആർ മൈനസ് ഡി ആണ്. അതായത് ആറിലുണ്ട്, ഡിയിലില്ല. അപ്പൊ എ യൂണിയൻ ബിയിൽ ഇല്ലാത്തത് ആരാ? 1 മുതൽ 2 വരെയാണ് അല്ലെ. സോ ദാറ്റ് ഈസ് അവർ സെറ്റ്. പക്ഷെ ഇവിടെ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണം? ആദ്യത്തേല് 1 ഇല്ല. അപ്പൊ നമ്മുടെ ഇതിനകത്ത് 1 ഇൻക്ലൂഡ് ചെയ്യണം അല്ലെ. അതുകൊണ്ട് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2. ദാറ്റ് ഈസ് അവർ ആൻസർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് ഇസഡ് ബി ദ സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ്. ഇസഡ് എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും ഉള്ളതാണ്. എന്താ ഇസഡ് എന്ന് പറഞ്ഞാല്? ഇന്റിജേഴ്സ് ആണ് അല്ലെ. എന്ത് വരും? നെഗറ്റീവ് നമ്പേഴ്സ് വരും, 0 വരും, പോസിറ്റീവ് നമ്പേഴ്സ് വരും ആണല്ലോ. ഡിഫൈൻ എ റിലേഷൻ ആർ ഓൺ ഇസഡ് ബൈ ആർ ഈക്വൽ ടു സെറ്റ് ഓർഡർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ 3. അപ്പൊ നമ്മളോട് ആദ്യം ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ആർ എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ 3. And a relation S on Z by S is equal to set ordered pair AB such that A plus B is divisible by 3. Then which of the following statements is true? Another question. R and S are equivalence relation. R is an equivalence relation but S is not. S is an equivalence relation but R is not. R and S are not equivalence relations. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഇക്വലൻസ് റിലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് മനസ്സിലായി അല്ലെ. ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം പറഞ്ഞേ? ഏതെങ്കിലും റിലേഷൻ ഇക്വലൻസ് ആണെന്ന് പറഞ്ഞാൽ എന്തെല്ലാം ചെയ്യണം? റിഫ്ലെക്സീവ് ആയിരിക്കണം അല്ലെ, സിമെട്രിക് ആയിരിക്കണം, റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. അതല്ലേ? ഈ 3 സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ തന്നിരിക്കുന്ന റിലേഷൻ എന്ത് പറയാൻ പറ്റൂ? ഇക്വലൻസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളോട് ഇവിടെ എന്താ പറയുന്ന? ആദ്യത്തെ സെറ്റ് ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓർഡർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ 3. എ മൈനസ് ബി എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. റിഫ്ലെക്സീവ് നോക്കാം അല്ലെ. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എന്താ? എ റിലേറ്റഡ് ടു എ അല്ലെ. ഒന്നിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എന്തെടുക്കാം? എ കോമ എ എടുക്കാം. 2 സെയിം ആണെന്ന്. എ മൈനസ് എ, എ മൈനസ് എ എന്ന് പറഞ്ഞാൽ 0 അല്ലെ. 0 3 കൊണ്ട് ഡിവൈഡ് ആയത് പോകത്തില്ലേ? കാരണം 0 into 3 എന്താണ്? 0 ആണ് അല്ലെ. സോ ഡിവിസിബിൾ ആണ്. സോ ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്. അടുത്ത നമുക്ക് നോക്കാം സിമെട്രിക്. എങ്ങനെയാ സിമെട്രിക് നോക്കുന്നേ? എ ബി ഉണ്ടെങ്കിൽ ബി എയും ഉണ്ടായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എ ബി എടുക്കുന്നു. എ മൈനസ് ബി ഇസ് ഡിവിസിബിൾ ബൈ 3 എന്ന് നമുക്കറിയാം. ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. ഇവിടെ ഒന്ന് മൈനസ് കോമൺ ആയിട്ട് എടുക്കാൻ പോവാ.
മൈനസ് കോമൺ ആയിട്ട് എടുത്തത് എന്തായിട്ട് മാറും? ബി മൈനസ് എ, അതും ഡിവിസിബിൾ ബൈ 3 അല്ലേ? അതായത് ഇപ്പൊ 9 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ -9 3 കൊണ്ട് ഡിവിസിബിൾ അല്ലേ? ആണല്ലോ. ഒരു പോസിറ്റീവ് നമ്പർ നെഗറ്റീവ് നമ്പർ അല്ല, നമ്പറല്ലേ നോക്കുള്ളൂ. അത് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓർഡേർഡ് പെയർ ബി എ ഈസ് ഓൾസോ ദാർ അല്ലേ? എ ബി ഉണ്ടെങ്കിൽ ആരുമുണ്ട്? ബി എയും ഉണ്ട്. അതുകൊണ്ട് അത് എന്താണ്? സിമെട്രിക് ആണ്. ആണല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ കണ്ടീഷൻ വേണം അല്ലെ? ട്രാൻസിറ്റീവ് വേണം. ട്രാൻസിറ്റീവ് എന്താ? എ റിലേറ്റഡ് ടു ബി, ബി റിലേറ്റഡ് ടു സി ഇംപ്ലൈസ് എ റിലേറ്റഡ് ടു സി. ഒന്നും രണ്ടും ബന്ധുവാണ്. രണ്ടും മൂന്നും ഉണ്ടെങ്കിൽ ഒന്നും മൂന്നും എന്തായിരിക്കണം? റിലേഷൻ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. എ മൈനസ് ബി എന്താണ്? ഡിവിസിബിൾ ബൈ 3 ആണ്. ആണല്ലോ. ബി മൈനസ് സിയും ഡിവിസിബിൾ ബൈ 3 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കിയേ. കാരണം രണ്ട് നമ്പേഴ്സ് ഇപ്പം 3യും ഡിവിസിബിൾ ബൈ 3 ആണ്, 9ഉം ഡിവിസിബിൾ ബൈ 3 ആണ്. എനിക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 12ഉം ഡിവിസിബിൾ ബൈ 3 ആയിരിക്കത്തില്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 3 എന്ന് പറയാം. അപ്പൊ ഇത് രണ്ടും വെട്ടിപ്പോയാൽ എന്ത് വരും? എ മൈനസ് സി വരും അല്ലെ? അപ്പൊ എ മൈനസ് സി ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 3 എന്ന് വരും അല്ലെ? അപ്പൊ ഓർഡേർഡ് പെയർ എ സിയും പറ്റുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ആർ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി. ഒരു ഇക്വലൻസ് റിലേഷൻ ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ എന്ന് മനസ്സിലായി. കാരണം ഈ മൂന്ന് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ പ്രോപ്പർട്ടി? റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഇനി അടുത്ത നമുക്ക് നോക്കാം. എസ് എന്ന് പറയുന്നത് നോക്കാം. അവിടെ ഞാൻ എ പ്ലസ് എ എടുക്കുന്നു അല്ലെ? 2a ഡിവിസിബിൾ ബൈ 3 എന്ന് പറയാൻ പറ്റുമോടെ? ഇല്ല അല്ലേ? കാരണം 2 × 1 ഡിവിസിബിൾ ബൈ 2 ആണെന്ന് പറയാം. പക്ഷെ 3 ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഫസ്റ്റേ നമുക്ക് അവിടെ തെറ്റിക്കാം അല്ലെ? റിഫ്ലെക്സീവേ അല്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ എന്താ? നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് ആർ ഇക്വലൻസ് റിലേഷൻ ആണ്. പക്ഷെ എസ് എന്തല്ല? ഇക്വലൻസ് അല്ല. ആണല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ തെറ്റ്, രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ശരിയല്ലേ? ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ ബട്ട് എസ് ഈസ് നോട്ട്. ആണല്ലോ. നോക്കേ, എ മൈനസ് ബി ഇസ് ഡിവിസിബിൾ ബൈ 3, എ മൈനസ് എ ഈക്വൽ ടു 0, ബി മൈനസ് ബി ഡിവിസിബിൾ ബൈ ആണെങ്കിൽ ബി മൈനസ് എ ഈസ് ഓൾസോ ഡിവിസിബിൾ, എ മൈനസ് ബിയും ബി മൈനസ് എയും ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ എ സി എന്ത് തന്നെയാണ്? ഡിവിസിബിൾ ബൈ 3 ആണ്. Therefore R is an equivalence relation. ഇനി അടുത്തെന്താ? എ പ്ലസ് ബി ഇസ് ഡിവിസിബിൾ ബൈ 3, എ പ്ലസ് എ 2a അല്ലെ? നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് 2a ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? എ എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ എക്സ് എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. അതുകൊണ്ട് എസ് എന്ന് പറയുന്നത് എന്തെന്ന് പറയാൻ പറ്റില്ല? ഇക്വലൻസ് റിലേഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ ബട്ട് എസ് ഈസ് നോട്ട് എന്ന് പറയാം. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, if A and B are two sets having 3 and 4 elements respectively. അപ്പൊ എയും ബി രണ്ട് സെറ്റ്സ് ആണ്. രണ്ടിലും എത്രയുണ്ട്? 3ഉം 4ഉം എലമെന്റ്സ് ഉണ്ട്. അപ്പം n of A equal to 3 and n of B is equal to 4 ആണെന്ന് പറയാം. Respectively. And they are having 2 elements in common. രണ്ട് എലമെന്റ്സ് കോമൺ ആയിട്ടുണ്ട്. Then the number of relations can be defined from A to B. എയിൽ നിന്നും ബിയിലേക്ക് എത്ര റിലേഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്നാണ് അല്ലെ? അപ്പോ എ ടു ബി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ? എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കുക. ആണല്ലോ. എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 3 × 4 that is 12 എലമെന്റ്സ് ഉണ്ട് അല്ലെ? അപ്പൊ നമ്പർ ഓഫ് റിലേഷൻസ് എങ്ങനെ കണ്ടുപിടിക്കും? 2 raised to n ആണ് ഫോർമുല അല്ലെ? അതായത് 2 raised to n into a cross b, അതായത് 2 raised to 12. അതിനകത്ത് ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്. രണ്ട് എലമെന്റ്സ് കോമൺ ആണെന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇത് നമുക്ക് ഗുണമില്ല, നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം അല്ലെ? ദേ ആർ ഹാവിംഗ് 2 elements in common. എത്ര എലമെന്റ് കോമൺ ആയിരുന്നാലും എ ക്രോസ് ബി എന്ന് പറയുന്നത് അതിന്റെ സബ്സെറ്റ് ആയിരിക്കും അല്ലെ? അപ്പൊ എന്തോ ആയിക്കോട്ടെ, whatever, നമ്മൾ അത് വെച്ചിട്ട് എന്ത് ഫോം ചെയ്യും? ഓർഡേർഡ് പെയർസ് ഫോം ചെയ്യും അല്ലെ? അപ്പോ എന്താണ്? അതൊരു ഇറലവന്റ് ആയിട്ടുള്ള ഒരു കേസാണ് അവിടെ പറയുന്നത്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 2 raised to 12. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ.
എ ടു ബി എന്ന് പറയുന്നത് എന്താണ്? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. എയിൽ 3 എലമെന്റ്സ് ഉണ്ട്, ബിയിൽ 3 എലമെന്റ്സ് 4 എലമെന്റ്സ് ഉണ്ടെങ്കിൽ എ ക്രോസ് ബി 12 എലമെന്റ്സ് ആണ് ഉള്ളത്. അപ്പൊ എന്താണ് പോസിബിൾ റിലേഷൻസ് 2:12 ആണ്. എന്താ 2 എലമെന്റ്സ് ഇൻ കോമൺ എന്ന് പറയുന്നത് 11 ആൻഡ് വി ഡോണ്ട് ഹാവ് ദാറ്റ് വൺ. സോ അവർ ആൻസർ ഈസ് 2:12 അല്ലെ? കാരണം എ ക്രോസ് ബി കാർട്ടീഷ്യൻ ഞാൻ പറഞ്ഞ ക്രോസ് പ്രോഡക്റ്റ് ഓർഡർ പെയർസ് മാത്രമേ നമുക്ക് അവിടെ നോക്കേണ്ടുള്ളൂ. അത് കോമൺ ആയാലും ഇല്ലായാലും നമുക്ക് ഓർഡർ പെയർസ് ഫോം ചെയ്തേ പറ്റുള്ളൂ. സോ ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോമൺ എലമെന്റ്സ്. ഓക്കെ, അപ്പൊ ആൻസർ എന്താണ്? 2:12 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 light bulbs are chosen at random from 15 bulbs. 15 ബൾബിൽ നിന്നും 3 ലൈറ്റ് ബൾബ്സ് നമുക്ക് ചൂസ് ചെയ്യണം. Of which 5 are defective. അപ്പൊ മൊത്തം 15 ബൾബ് ഉണ്ട് അല്ലെ? ഈ 15 ബൾബില് 5 എണ്ണം ഡിഫക്റ്റീവും ബാക്കി 10 എണ്ണം നോൺ ഡിഫക്റ്റീവും ആണ്, ഡിഫക്റ്റീവ് അല്ലാത്തതുമാണ് ആണല്ലോ. ഇതിൽ നിന്നും 3 എണ്ണം ചൂസ് ചെയ്യണം. Then the probability of getting exactly one defective is. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? ഒരെണ്ണം എന്താണ് കൃത്യമായിട്ട് എന്താണ് ഡിഫക്റ്റീവ് ആകുന്നത് എന്താന്നാണ് നോക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര എണ്ണം ഉണ്ടാക്കണം? 15C3 ആണ് ടോട്ടൽ അല്ലെ? ആണല്ലോ. 15 3 എണ്ണം സെലക്ട് ചെയ്യണം ആണല്ലോ. അപ്പൊ 15C3 എങ്ങനെ കണ്ടുപിടിക്കോടെ? 15 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 15 മൈനസ് 3 ഫാക്ടോറിയൽ ആണല്ലോ. അതായത് NCR ഫോമുല അല്ലെ? എന്താ? N ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് R ഫാക്ടോറിയൽ. അപ്പൊ 15 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 12 ഫാക്ടോറിയൽ. 15 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? 12 ഫാക്ടോറിയൽ ഇൻറ്റു 13 ഇൻറ്റു 14 ഇൻറ്റു 15 എഴുതി കൂടെ ഇടാം. അപ്പൊ ഇവിടെ 3 ഫാക്ടോറിയൽ എന്ത് എഴുതാം? 1 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതാം അല്ലെ? ഇൻറ്റു 12 ഫാക്ടോറിയൽ. 12 ഫാക്ടോറിയൽ വെട്ടിപ്പോവും. 2ഉം 14ഉം കൂടെ ചേർന്ന് 7 വരും. 3ഉം 15ഉം കൂടെ ചേർന്ന് 5 വരും അല്ലെ? ഇപ്പൊ 7 to 5 35. 35 into 13 വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യണ്ട, അങ്ങനെ തന്നെ കിടന്നോട്ടെ. കാരണം നമുക്ക് ഏറ്റവും അവസാനം എന്ത് ചെയ്യേണ്ടിയുണ്ട്? കാൽക്കുലേഷൻ വരുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട. അവിടെ 15C3 എന്താണോ അങ്ങനെ തന്നെ കിടന്നോട്ടെ. നമ്മളോട് ഇവിടെ പറയുന്ന എന്താ? 3 ലൈറ്റ് ബൾബ്സ് ആർ ചോസൺ. 3 ലൈറ്റ് ബൾബ്സ് ചോസ് ചെയ്യണം. 15 ബൾബ്സ് ആണ് അല്ലെ? അപ്പൊ അതിനകത്ത് നമ്മളോട് എന്താ പറയുന്നത്? 3 ഡിഫക്റ്റീവ് ആണ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ 3 എണ്ണത്തിൽ 1 ഡിഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് എത്ര എണ്ണം വേണം? നമ്മൾ ആലോചിച്ച് മൊത്തവും 15 ബൾബുകളുണ്ട്. അതിനകത്ത് 5 എണ്ണം ഡിഫക്റ്റീവ് ആണ്. അപ്പൊ ഡിഫക്റ്റീവ് അല്ലാത്ത 10 എണ്ണം ഉണ്ടല്ലേ? അപ്പൊ ആ 10ന്ന് 2 എണ്ണം അല്ലേടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്? പിന്നെ എന്താ? 5ന്ന് 1 സെലക്ട് ചെയ്യണം അല്ലെ? അതായത് 10. അപ്പൊ മൊത്തം 15 എണ്ണത്തിൽ 3 എണ്ണം സെലക്ട് ചെയ്യണം. നമ്മളോട് പറയുന്നത് 1 എന്തായിരിക്കണം? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 എക്സാക്ട്ലി 1 ഈസ് ഡിഫക്റ്റീവ്. 1 എന്തായാലും ഡിഫക്റ്റീവ് ആകണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 10 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം ചൂസ് ചെയ്യുകയും ബാക്കി 5 എണ്ണത്തിൽ നിന്ന് 1, 10 എണ്ണം നല്ലതാണ്, അതിൽ നിന്ന് 2 എണ്ണം ചൂസ് ചെയ്യണം. 5 എണ്ണത്തിൽ നിന്ന് 1 ചൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് പ്രോബിലിറ്റി ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ, അതായത് 15C3 ആണല്ലോ. ഇതാണ് ആക്ച്വലി നമുക്ക് ചെയ്യേണ്ടത്. 10C2ന്റെ വാല്യൂ നമുക്കറിയാം. എന്താ 10C2 എന്ന് പറഞ്ഞേ? 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 10 മൈനസ് 2 8 ഫാക്ടോറിയൽ. അതായത് 10 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? 8 ഫാക്ടോറിയൽ ഇൻറ്റു 9 ഇൻറ്റു 10 ബൈ 1 ഇൻറ്റു 2 അല്ലെ? അപ്പൊ ഇത് വരുമ്പോൾ 545 വരും അല്ലെ? അപ്പൊ അങ്ങനെ തന്നെ കിടന്നോട്ടെ. 9 ഇൻറ്റു 5. അടുത്ത എന്താ? ഇൻറ്റു 5C1. 5C1 എന്ന് പറഞ്ഞാൽ 5 എന്നല്ലേ? എങ്ങനെ വരും? 5 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 1, അതായത് 4 ഫാക്ടോറിയൽ. അപ്പൊ 5 തന്നെ വരും ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 15C3 നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. 13 ഇൻറ്റു 7 ഇൻറ്റു 5 ആണെന്ന് ഇട്ടിട്ടുണ്ട് ആണല്ലോ. അപ്പൊ ഇത് രണ്ടും വെട്ടിപ്പോവും. 9 into 5 എന്താ? 45 divided by 7 into 3 എത്ര? 91. So our answer is option C, 45 by 91. നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊന്നും തന്നെ എന്ത് ചെയ്യാൻ നിൽക്കരുത്? സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കണ്ട. കാരണം എന്ന് പറയുന്നത്
സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി ആൻസറിന്റെ പ്രശ്നം കണ്ടോ. ഇവിടെ കണ്ടോ, ഞാനിപ്പോ 5C1 വാല്യൂ 5 എന്നും 10C2 വാല്യൂ 45 എന്നും 15C3 വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് ഇവിടെ കൊടുത്തപ്പോ ഇങ്ങനെ വന്നു അല്ലെ. അത് സിംപ്ലിഫൈ ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട. വെട്ടിപ്പോകുന്നതൊക്കെ വെട്ടിപ്പോവാനായിട്ട് നമുക്ക് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ 15 എന്താണ് 3 ബൾബ് 15 എണ്ണത്തിൽ നിന്ന് സെലക്ട് ചെയ്യണം. 1 ഡിഫക്റ്റീവ് ആകണം. അപ്പൊ 10 നല്ലതുണ്ട്, 5 ഡിഫക്റ്റീവ് ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് 5 എണ്ണത്തിൽ നിന്ന് 1 10 എണ്ണത്തിൽ നിന്ന് 2 എണ്ണവും ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ, അതായത് 15C3. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The probability that a student will pass the final examination in both the subjects English and Hindi is 0.5 and the probability of passing neither of the subjects is 0.1. അതായത് ഒരു പ്രോബിലിറ്റി സ്റ്റുഡന്റ് വിൽ പാസ് എ ഫൈനൽ എക്സാമിനേഷൻ ബോത്ത് ദ സബ്ജക്ട്സ് അല്ലെ, രണ്ടും കൂടെ. അതായത് ഇപ്പൊ ഇംഗ്ലീഷ് ഇ എന്നും ഹിന്ദി എച്ച് എന്നും എടുത്താൽ എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എച്ച് ആണ് 0.5 എന്ന് പറയുന്നത് ആണല്ലോ. പ്രോബിലിറ്റി ഓഫ് പാസിംഗ് നൈദർ, രണ്ടും പാസ് ആവാത്തവരെന്ന് പറയുന്നത് എന്താണ് 1 മൈനസ് 0.1 ആണല്ലേ. അപ്പൊ മൊത്തത്തിൽ നമ്മൾ എന്താണ് പ്രോബിലിറ്റി പറയുന്നതല്ല. അപ്പൊ ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും എന്തായിരിക്കും 1 ആയിരിക്കും. അതിൽ നിന്നും രണ്ടും പാസ് ആവാത്ത എന്താണ് 0.1 ആണ്. അതായത് 1 മൈനസ് 0.1 ദാറ്റ് ഈസ് 0.9 ആണ് നൈദർ പാസിംഗ്. ഇഫ് പ്രോബിലിറ്റി ഓഫ് പാസിംഗ് ഇംഗ്ലീഷ് എക്സാമിനേഷൻ, അതായത് പ്രോബിലിറ്റി, ഇതെല്ലാം പ്രോബിലിറ്റി ആണ്. പ്രോബിലിറ്റി ഓഫ് പാസിംഗ് ഇംഗ്ലീഷ് എക്സാമിനേഷൻ 0.75 ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് പാസിംഗ് ഹിന്ദി എക്സാമിനേഷൻ, അപ്പൊ നൈദർ എന്ന് പറയുമ്പോൾ ഇതാണല്ലോ ഈ യൂണിയൻ എച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ഫോർമുല അനുസരിച്ച് പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ എച്ച് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബിലിറ്റി ഓഫ് എച്ച് മൈനസ് പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എച്ച് ആണ് അല്ലെ. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ എച്ച് എന്ന് പറഞ്ഞാൽ 0.9 ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് 0.75 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എച്ച് അറിഞ്ഞൂടല്ലേ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മൈനസ് പ്രോബിലിറ്റി ഓഫ് എന്താണ് ഈ ഇന്റർസെക്ഷൻ 0.5. അപ്പൊ 0.75 മൈനസ് 0.5 എന്ന് പറഞ്ഞാൽ എന്ത് വരും 0.25 വരും അല്ലെ. അപ്പൊ പ്രോബിലിറ്റി ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു 0.9 മൈനസ് 0.25 ആണല്ലോ. അപ്പൊ 10 5 കുറച്ച് 5, 8 2 കുറച്ച് 6, അപ്പൊ 0.65 ആണ് ആൻസർ. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ വരുന്നത്. അതായത് നമുക്കപ്പോ ഓക്കെ ആണോ? പ്രോബിലിറ്റി എന്ന് പറയുന്നത് അവിടെ അതാണ് അവിടുത്തെ ഇതെന്ന് പറയുന്നത്, ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഏതാ, പ്രോബിലിറ്റി ഓഫ് പാസിംഗ് നൈദർ ഓഫ് ദി സബ്ജക്ട്സ് 0.1. അതായത് ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. എന്നിട്ട് എന്താ പ്രോബിലിറ്റി ഓഫ് പാസിംഗ് നൈദർ ഓഫ് ദി സബ്ജക്ട് എന്ന് പറയുമ്പോൾ 1 മൈനസ് 0.1 ദാറ്റ് ഈസ് അവർ ടോട്ടൽ യൂണിയൻ ആണല്ലോ. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഫോർമുല യൂസ് ചെയ്തിട്ട് പ്രോബിലിറ്റി ഓഫ് പാസിംഗിന്റെ ഹിന്ദി എക്സാമിനേഷൻ കണ്ടുപിടിക്കുന്നു. കണ്ടോ? ഓക്കെ ആണോ? നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 digits are selected at random from the digits 1 through 9. അതായത് 2 ഡിജിറ്റ് നമുക്ക് സെലക്ട് ചെയ്യണം. If sum is even, then the probability that both numbers are odd is. അതായത് 2 ഡിജിറ്റ്സ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് 1 മുതൽ 9 വരെ. ഈ 1 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സിൽ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 ഓടാണോ? അല്ല അല്ലേ, സോറി 2 ഇല്ല. സോ ഏതൊക്കെയാ? 1 അല്ലെ, 1 3 5 7 9. മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 5 ഡിജിറ്റ്സ് ഉണ്ട്. ഈവനോ? 2 4 6 8 ആണല്ലോ. അതായത് 4 എണ്ണം ഉണ്ട്. അപ്പൊ ഓട് 5 ഡിജിറ്റ് ഉണ്ട്, ഈവൻ 5 ഡിജിറ്റ് ഉണ്ട്. ഇഫ് ദ സം ഈസ് ഈവൻ, സം ഈവൻ ആണെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ ഉണ്ട്? ഒന്നെന്ന് പറയുന്നത് 2 ഓഡ് നമ്പേഴ്സ് ആയിരിക്കണം ആണല്ലോ. 1 plus 3 4, 3 plus 5 8, 1 plus 7 8 അല്ലെ. അല്ലെങ്കിൽ രണ്ടും ഈവൻ നമ്പർ ആയിരിക്കണം. ഒരു ഈവൻ ഓടും കൂടെ ചേർന്നിട്ട് ഗുണമുണ്ടോ? 2 plus 1 3, 3 plus 4 7 അല്ലെ. അപ്പൊ സം ഈവൻ ആകണമെങ്കിൽ 1 2 ഓഡ് നമ്പേഴ്സ് ആയിരിക്കണം അല്ലെ, ഓഡ് പ്ലസ് ഓഡ് ആയിരിക്കണം. അല്ലെങ്കിൽ രണ്ടും ഈവൻ പ്ലസ് ഈവൻ ആയിരിക്കണം ആണല്ലോ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് നമ്പേഴ്സ് ആർ ഓഡ്, 2 നമ്പേഴ്സും ഓഡ് ആകുന്ന കണ്ടീഷൻ ആണ്. അപ്പൊ ഓഡ് എന്ന് പറഞ്ഞാൽ എത്രയാ വരുന്നത്? അപ്പൊ എത്ര ഓഡ് എന്ന് പറയുന്നത്? അപ്പൊ ഓഡ് ആവണമെങ്കിൽ രണ്ട് ഓഡ് ഡിജിറ്റ്സ് ചൂസ് ചെയ്യാൻ എന്റെ ഇത് വേണം അല്ലെ.
രണ്ട് ഓഡ് ഡിജിറ്റ്സ് ചൂസ് ചെയ്യണമെങ്കിൽ മൊത്തം ഈ 5 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം അല്ലേ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ 2 ഓഡ് ഡിജിറ്റ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 5C2 ചെയ്യാം അല്ലെ. 5C2 എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ 5 മൈനസ് 2 ഫാക്ടോറിയൽ, അതായത് 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 into 5 divided by 1 into 2 into 3 factorial വരും. 3 factorial വെട്ടിപ്പോവും, 2 4 വെട്ടിപ്പോയി 10 വരും ആണല്ലോ. അപ്പൊ 2 ഓഡ് എത്ര വേസിൽ സെലക്ട് ചെയ്യാം, 10 വേസിൽ സെലക്ട് ചെയ്യാം. അതുപോലെ 2 ഈവൻ ആണെങ്കിലോ എങ്ങനെ സെലക്ട് ചെയ്യും, മൊത്തം 4 എണ്ണം ഉണ്ടല്ലേ, 4ല് 2 എണ്ണം. അപ്പൊ 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പൊ എന്ത് വരും, 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 into 4 ബൈ 1 into 2 വരും അല്ലെ. അപ്പൊ 2 വെട്ടിപ്പോയി 6 വരും. അപ്പൊ മൊത്തവും 16 വഴിയിൽ സെലക്ട് ചെയ്യാം. എത്ര ഓടാണ് ഉള്ളത് നമ്മുടെ 5 ഓടാണല്ലേ ഉള്ളത്. അപ്പൊ എന്താണ് 10 രീതിയിൽ സെലക്ട് ചെയ്യാൻ 2 ഓഡ് നമ്പേഴ്സ്. അപ്പൊ 10/16 അതായത് എന്താ വരുന്നത്, 5/8, അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒന്നുകൂടെ പറഞ്ഞുതരാം, എന്താണ് ഡിജിറ്റ്സ് 1 മുതൽ 9 വരെ, ഓഡ് ഡിജിറ്റ്സ് 1 3 5 7 9 5 ഡിജിറ്റ് ആണ്. ഈവൻ ഡിജിറ്റ് 2 4 6 8 4 ഡിജിറ്റ്സ് ആണ്. നമ്മളോട് കണ്ടീഷൻ പറയുന്നത് സം ഈവൻ ആണ്. സം ഈവൻ ആണെങ്കിൽ 1 2 ഡിജിറ്റും ഓഡ് ആവണം, അല്ലെങ്കിൽ 2 ഡിജിറ്റും ഈവൻ ആകണം. അപ്പൊ എങ്ങനെ 2 ഡിജിറ്റും ഓഡ് ആവും, എങ്ങനെ ചൂസ് ചെയ്യാം, അതായത് 5C2 വേസിൽ ചൂസ് ചെയ്യാം. 5C2 എന്ന് പറയുന്നത് 10 ആണ്. ഈവൻ ചൂസ് ചെയ്യുന്നത് 4C2 വേസിൽ, അതായത് 6 ആണ്. അപ്പൊ ടോട്ടൽ വേസ് സം ഈവൻ ആണെങ്കിൽ മൊത്തം 16 വഴികളുണ്ട്. അതിനകത്ത് നമ്മളോട് പറയുന്ന ഓഡിന്റെ കേസ് ആണ്. പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ആർ ഓഡ് ഗിവൺ ദ സം ഈസ് ഈവൻ, അതായത് പ്രോബിലിറ്റി ബോത്ത് ഓഡ് ആണ് വരുന്നത് അല്ലെ. 2 മോഡാവത് എത്രയാണ്, 10 ആണ് അല്ലെ. സോ 10/16, അതായത് ആൻസർ എന്താ വരുന്നത്, 5/8 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ഈസ് നോൺ ടു സ്പീക്ക് ട്രൂത്ത് 3 out of 4 times. 4ല് 3 പ്രാവശ്യം ആള് ട്രൂത്ത് സംസാരിക്കും. He throws a die and reports that it is a 6. ഡൈ ത്രോ ചെയ്യുവാണ്, എന്നിട്ട് പറയുവാണ് ഇതെന്താണ് 6 ആണെന്ന്. Then the probability that it is actually 6 is, അതായത് ഒരു കണ്ടീഷനിൽ നിന്നും മറ്റൊരു കണ്ടീഷനിലോട്ട് വരുവാണ് അല്ലെ, ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഈ പ്രോബ്ലം ചെയ്യുന്നത് ബൈ യൂസിങ് ബേസ് തിയറം. ബേസ് തിയറം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് എടുക്കാം, ഓരോന്നായിട്ട് എടുക്കാം. ടി എന്ന് പറയുന്നത് മാൻ സ്പീക്സ് ട്രൂത്ത്, 3 out of 4 അല്ലേ, ദാറ്റ് മീൻസ് 3/4 ആണ്. ഓക്കെ ആണോ? അപ്പൊ മാൻ ടൈ ചെയ്യുന്ന എന്താണ്, 1 മൈനസ് ടി പി ഓഫ് ടി ആണ് അല്ലെ, അതായത് 1 മൈനസ് 3/4 ദാറ്റ് ഈസ് 1/4 ആണല്ലോ. ഇനി ഡൈ റോൾ ചെയ്യുന്നത് ഒരു 6 ആണെങ്കിൽ 1/6, മൊത്തം 6ൽ 1 ഒട്ടോളൂ അല്ലെ, 1/6. 6 അല്ലാത്ത പ്രോബിലിറ്റിയോ 1 മൈനസ് 1/6 ദാറ്റ് ഈസ് 5/6. ഇനി നമുക്ക് പറയുന്ന എന്താണ്, മാൻ റിപ്പോർട്ട്സ് ഇറ്റ് ഈസ് 6 ആണ് എന്നാണ് പറയുന്നത്. അതായത് 6 എന്ന് പറയുന്നത് ദാറ്റ് ദ റിസൾട്ട് ഈസ് എ 6 ആണല്ലോ. അപ്പൊ നമുക്ക് പി ഓഫ് ആർ കണ്ടുപിടിക്കാൻ എങ്ങനെ ചെയ്യാം, പി ഓഫ് ആർ ഗിവൺ എസ് ഇൻറ്റു പി ഓഫ് എസ് പ്ലസ് പി ഓഫ് ആർ ഗിവൺ എസ് ബാർ ഇൻറ്റു പി ഓഫ് എസ് ബാർ ആണല്ലോ. അപ്പൊ പി ഓഫ് ആർ ഗിവൺ എസ് കണ്ടുപിടിക്കണം അല്ലെ. പി ഓഫ് ആർ ഗിവൺ എസ് ഇൻറ്റു പി ഓഫ് എസ് ആണ്. പി ഓഫ് ആർ ഗിവൺ എസ് എങ്ങനെ കണ്ടുപിടിക്കും, പി ഓഫ് ആർ ഗിവൺ എസ് എന്ന് പറയുന്നത് എന്താ, പി ഓഫ് ആർ ഇൻറ്റു പി ഓഫ് എസ് ഡിവൈഡഡ് ബൈ പി ഓഫ് ആർ ഇന്റർസെക്ഷൻ എസ് ആണ് ഫോർമുല എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ പി ഓഫ് ആർ ഇന്റർസെക്ഷൻ എസ് എന്നത്, അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പി ഓഫ് ആർ ഗിവൺ എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, പി ഓഫ് ആർ ഗിവൺ എസ് എന്ന് പറയുന്നത് പി ഓഫ് ടി ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. 3/4 ഇൻറ്റു 1/6 പ്ലസ് 1/4 ഇൻറ്റു 5/6, അതായത് 3/24 ഇൻറ്റു 5 പ്ലസ് 5/24 ദാറ്റ് ഈസ് 8/24. അതായത് പ്രോബിലിറ്റി ഓഫ് എസ് ഗിവൺ ആർ എന്ന് പറയുന്നതാണ് നമ്മൾ എസ് ആർ തന്നിട്ടുണ്ട് ആ രീതിയിലാണ് അല്ലെ, കണ്ടീഷണൽ പ്രോബിലിറ്റി. പി ഓഫ് ആർ ഗിവൺ എസ് ഇൻറ്റു പി ഓഫ് എസ് ബൈ പി ഓഫ് ആർ. പി ഓഫ് ആർ ഗിവൺ എസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു, 3/4 ഇൻറ്റു പി ഓഫ് എസ് എന്ന് പറയുന്ന 1/6 ഡിവൈഡഡ് ബൈ പി ഓഫ് ആർ എന്ന് പറയുന്ന 1/3. സോ അത് സിംപ്ലിഫൈ ചെയ്തപ്പോ നമുക്ക് ആൻസർ എന്താ കിട്ടിയേ, 3/8 ആണ് കിട്ടിയത്. അപ്പൊ ഇത് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത് എങ്ങനെ യൂസ് ചെയ്താണ്, ബേസ് തിയറം യൂസ് ചെയ്താണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ആ ബേസ് തിയറത്തിന്റെ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ആൻസർ ഈസ് 3/8.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ദ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആർ കണക്റ്റഡ് ബൈ ദ ഇക്വേഷൻ 3x plus 4y plus 5 equal to 0, then the coefficient of correlation between them is. അപ്പൊ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 3x plus 4y plus 5 equal to 0, അതിൽ നിന്ന് y is equal to എന്ന് കണ്ടുപിടിക്കണം. അതായത് minus 3x minus 5, y is equal to minus 3 by 4x minus 5 by 4. അതായത് ഒരു ഇക്വേഷൻ എപ്പോഴും എങ്ങനെ എഴുതണം? y equal to mx plus c എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. കാരണം ഈ m എന്ന് പറയുന്ന സ്ലോപ്പ് ആണ്. അപ്പൊ ഇവിടെ m ന്റെ വാല്യൂ എന്ന് പറയുന്ന minus 3 by 4 ആണ്. ഇതിനനുസരിച്ച് വേണം നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്നും y is equal to കൊണ്ടുവന്നു. ഇതൊരു ലീനിയർ റിലേഷൻഷിപ്പ് ആണ്. ഇവിടെ നെഗറ്റീവ് സ്ലോപ്പ് ആണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു m is equal to എന്താണ്? minus 3 by 4. എപ്പോഴും രണ്ട് വേരിയബിൾസ് പെർഫെക്റ്റ്ലി ലീനിയർ ആണെങ്കിൽ കോറിലേഷൻ എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കും. അപ്പോൾ സൈൻ ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഈ സ്ലോപ്പിന്റെ ലൈൻ ആയിരിക്കും. ഇവിടെ സ്ലോപ്പ് നെഗറ്റീവ് ആയതുകൊണ്ട് കോയിഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്താണ്? -1 ആണ്. കാരണം +1 ആവാം -1 ആവാം കോറിലേഷൻ എപ്പോഴും. സ്ലോപ്പിന്റെ സൈൻ എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ കോയിഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ വരുന്നത്. സോ കോയിഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈസ് -1. സോ അവർ ഓപ്ഷൻ ഈസ് ആൻസർ ഓപ്ഷൻ ബി, ആൻസർ -1. ഇനി next question, the coefficient of correlation between the variables x and y is 0.6. coefficient of correlation അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന r വെച്ചിട്ടാണ്. r ആണ് 0.6 and covariance is 4.8. വേരിയൻസ് ഓഫ് എക്സ് 9 ആണ്. വേരിയൻസ് ഓഫ് എക്സ് 9 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിന്റെ സ്ക്വയർ റൂട്ട് ആണ് 3 ആണ് അല്ലെ. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ഫോർമുല എന്താന്ന് വെച്ചാൽ r ഈസ് ഈക്വൽ ടു കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് എക്സ് ഇൻറ്റു സമ്മേഷൻ ഓഫ് വൈ. ഇതാണ് ഫോർമുല. എന്താണ് ഫോർമുല? r ഈസ് ഈക്വൽ ടു കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. r എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 0.6 തന്നിട്ടുണ്ട്. കൊവേരിയൻസ് നമുക്ക് തന്നിട്ടുണ്ട് 4.8 തന്നിട്ടുണ്ട്. സിഗ്മ എക്സ് എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് 9 ആണെന്ന് പറഞ്ഞു. സോ സിഗ്മ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? 3 ആണ് അല്ലെ. 3 ഇൻറ്റു സിഗ്മ ഓഫ് വൈ. ഡയറക്റ്റ് അല്ലേ നമ്മളോട് ചോദിച്ചത് വാട്ട് ഈസ് സിഗ്മ ഓഫ് വൈ? ദാറ്റ് ഈസ് 4.8 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു എന്താണ്? 0.6. അതായത് ഏതാ വരുന്ന ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. Okay, ഇനി അടുത്ത question. Let x1, x2, x3, etc. This is the last question of that question paper. Let x1, x2, x3, etc. xn be a random sample taken from a population with mean value mu and standard deviation sigma. Then the variance of the sample mean x bar is. ഇത് ആക്ച്വലി ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു തിയററ്റിക് പോയിന്റ് ആണ്. വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? വേരിയൻസ് പറയുന്നത് സിഗ്മ സ്ക്വയർ ബൈ n ആണ് വാല്യൂ എന്ന് പറയുന്നത്. This is the standard result in sampling theory. For a random sample x1, x2, etc. xn from a population with mean mu and standard deviation sigma, the variance of the sample mean variance of x bar is equal to sigma square by n. So our answer is option D, sigma square by n. അപ്പൊ ഇതാണ് നമ്മുടെ സിസ്റ്റം പ്രോഗ്രാം എന്ന് പറയുന്ന ടോപ്പിക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാത്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. സോ എല്ലാവരും നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു ഓൾ.